Today's topic is assessment of agricultural income. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്, അതിൻ്റെ ഡെഫിനീഷൻ, ഏതൊക്കെ ഇൻകമാണ് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വരിക, പിന്നെ വാട്ട് ഓൾ ആർ ദ ഐറ്റംസ് ടു ബി കവേർഡ് ഇൻ അഗ്രികൾച്ചറൽ ഇൻകം, പിന്നെ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം, പാർട്ട്ലി എക്സംപ്റ്റഡ് ഇൻകം, പാർട്ട്ലി ബിസിനസ് ഇൻകം, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. പിന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അസസ്മെന്റ് എങ്ങനെയാണ്, അഥവാ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നോർമലി ഫ്രം ദ ബിഗിനിങ് നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറൽ ഇൻകം ഈസ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് കൊടുക്കേണ്ട, കാരണം എന്താണ്, അതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അഗ്രികൾച്ചറൽ ലാൻഡിന് നമ്മൾ ലോക്കൽ അതോറിറ്റി പറയുന്ന ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ ലോക്കൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. പക്ഷേ സാധാരണ ഇൻകം പോലെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് ടാക്സബിലിറ്റി 0 അങ്ങനെ എഴുതാൻ പറ്റില്ല. ദർ ഈസ് സം പ്രോസസ് ഓഫ് അഗ്രികൾച്ചറൽ അസസ്മെന്റ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്തിട്ടാണ് അഗ്രികൾച്ചറൽ ഇൻകത്തിന് നമ്മൾ എക്സംഷൻ കൊടുക്കുക. അതെല്ലായ്പ്പോഴും ഇന്റഗ്രേഷൻ ചെയ്യേണ്ട. ഇന്റഗ്രേഷൻ ഈസ് ഡൺ ഇൻ സർട്ടൻ കേസസ്. ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മാത്രം ഇൻഡിവിജ്വലിന്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഒക്കെ നമ്മൾ ഈ ഇന്റഗ്രേഷൻ നടത്തും. ഇന്റഗ്രേഷൻ നടത്താനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, അസസി ഹാസ് ബോത്ത് അഗ്രികൾച്ചറൽ ഇൻകം ആസ് വെൽ ആസ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ഒരു വ്യക്തിക്ക് അഗ്രികൾച്ചറൽ ഇൻകം മാത്രം ഉണ്ടായാൽ പോരാ, അഗ്രികൾച്ചറൽ ഇൻകം, അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ബിസിനസ് ഹെഡ് ആവാം, ഇൻകം ഫ്രം അതർ സോഴ്സ് ആവാം, വേറെ ഏതും ആയിക്കോട്ടെ, ഒരു വ്യക്തിക്ക് അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ, ഇന്റഗ്രേഷൻ ഈസ് ഡൺ വെൻ ദ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് ₹5,000. ആ വ്യക്തിക്ക് കൃഷി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം 5000 രൂപയേക്കാൾ താഴെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ എക്സംപ്റ്റഡ് എന്ന് എഴുതിയാൽ മതി, വേറെ പ്രത്യേകതകളൊന്നുമില്ല. ബട്ട് ഇഫ് ഇറ്റ് എക്സീഡ്സ് ₹5,000 ദിസ് ഇന്റഗ്രേഷൻ മസ്റ്റ് ബി ഡൺ. ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ടാക്സ് അസസ്മെന്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് ആ ഇന്റഗ്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മിസ് അഗ്രികൾച്ചറൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണ് കാൽക്കുലേഷൻ വന്നാൽ, ഒരു പ്രോബ്ലം തന്നാൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു വ്യക്തിക്ക്, ഇപ്പൊ മിസ് പറയാൻ പോണത്, ഒരു വ്യക്തിക്ക് നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ ബാക്കി ബിസിനസ് സോഴ്സോ അതർ സോഴ്സോ അങ്ങനെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, 5,000-നേക്കാൾ എബോവ് ഉള്ള അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് അഗ്രികൾച്ചറൽ ഇൻകം 0 എഴുതുന്നതിന് പകരം ഒരു ഇന്റഗ്രേഷൻ പ്രോസസ്സ് ചെയ്തിട്ടാണ് എക്സംഷൻ കൊടുക്കുക. ആ ഇന്റഗ്രേഷൻ പ്രോസസ്സ് പറയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. സ്റ്റെപ്പ് 1 ഞാൻ ചെയ്യാൻ പോണത് അഗ്രികൾച്ചറൽ ഇൻകം ആഡഡ് വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. നമ്മുടെ അസസിയുടെ അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് വെക്കും ആദ്യത്തെ കേസിൽ. അപ്പൊ അയാളുടെ ടോട്ടൽ ഇൻകം കിട്ടും. അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം തമ്മിലുള്ള ടോട്ടൽ ഇൻകം കിട്ടി. ഇനി സ്റ്റെപ്പ് 2 ചെയ്യുന്നത് ടാക്സ് ഓൺ സ്റ്റെപ്പ് 1. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് സ്റ്റെപ്പ് 1 കിട്ടിയേക്കുന്ന ടോട്ടൽ ഇൻകം എത്രയാണോ അതിന്റെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ആ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ അടുത്ത വലിയ ചാപ്റ്ററുകൾ നിങ്ങൾ ഈ ഒരു ഇൻകം ടാക്സിന്റെ ലാസ്റ്റ് ക്ലാസ്സുകളിൽ മിസ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ ജസ്റ്റ് പറയാം. എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 60 വയസ്സിന് താഴെയുള്ള മെയിലിനും ഫീമെയിലിനും 2,50,000 എക്സംഷൻ ലിമിറ്റ്. എന്ന് പറഞ്ഞാൽ 2,50,000 വരെ ആനുവൽ ഇൻകം ഉള്ള ആള് ഇൻകം ടാക്സ് കൊടുക്കണ്ട. 60 വയസ്സിന് മേലെ എന്നാൽ 80 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് 3 ലക്ഷം വരെ എക്സംഷൻ ഉണ്ട്. 80 വയസ്സിന് മേലുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺസിന് 5 ലക്ഷം വരെ ഇൻകം ടാക്സിൽ നിന്ന് എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഈ എക്സംഷൻ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഇൻകത്തിന് 2,50,000 മുതൽ 5 ലക്ഷം വരെയുള്ള ഇൻകത്തിന് 5%, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ഇൻകത്തിന് 20%, 10 ലക്ഷത്തിന് മേലെയുള്ള ഇൻകത്തിന് 30%. അതാണ് ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പൊ ആ സ്ലാബ് പ്രകാരം നമ്മൾ ഈ സ്റ്റെപ്പ് 1 ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3. ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം കൂടെ ഒരുമിച്ചുള്ള ഇൻകം ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ മാത്രം ടാക്സ് കാണണം.
അങ്ങനെ മാത്രം ടാക്സ് കാണുമ്പോൾ നമ്മൾ ആ 5000 അല്ലെങ്കിൽ 6000 അഗ്രികൾച്ചറൽ ഇൻകം മാത്രം എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം, നമുക്ക് 2,50,000 വരെ ഇൻകം ടാക്സ് വേണ്ടാന്നല്ലേ. അപ്പൊ നമുക്ക് എപ്പോഴും ഇതിന്റെ വാല്യൂ 0 കിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് അഗ്രികൾച്ചർ ഇൻകത്തിന്റെ മാത്രം കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യാൻ പോണത് സ്റ്റെപ്പ് 3 അഗ്രികൾച്ചറൽ ഇൻകം ആഡഡ് വിത്ത് എക്സംഷൻ ലിമിറ്റ്. ഇപ്പൊ ഞാനൊരു 60 വയസ്സിനേക്കാൾ താഴെയുള്ള ഫീമെയിൽ ആണ്. അപ്പൊ എന്റെ പ്രോബ്ലം ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ അഗ്രികൾച്ചർ ഇൻകം ഒരു 10,000 രൂപയാണെന്ന് കരുതും. ഈ 10,000 രൂപ 2,50,000 രൂപയുടെ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എന്റെ വരുമാനം എത്ര? 2,60,000 രൂപയും. അതിൽ 2,50,000 വരെയുള്ളതിന് 0, ബാക്കി 10,000-ന് 5%. അപ്പൊ എനിക്ക് അഗ്രികൾച്ചർ ഇൻകത്തിന്റെ മാത്രം ടാക്സ് കിട്ടുള്ളൂ. അതാണ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 ഞാൻ ചെയ്യാൻ പോണത് ടാക്സ് ഓൺ സ്റ്റെപ്പ് 3. ഈ സ്റ്റെപ്പ് 3 കിട്ടിയ ഇൻകത്തിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 2 ടാക്സ് എമൗണ്ട്, 2 ടാക്സ് ഉണ്ട്. ഒന്ന് അഗ്രികൾച്ചർ ഇൻകത്തിന്റെയും നോൺ അഗ്രികൾച്ചറിന്റെയും കൂടി ഒരുമിച്ചുള്ള ടാക്സ് എമൗണ്ട്. ഇത് കാണുന്നത് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ മാത്രം ടാക്സ് എമൗണ്ട്. ഇനി എന്ത് ചെയ്യും? സ്റ്റെപ്പ് 5 വിസിറ്റ് ചെയ്യാൻ പോണത് സ്റ്റെപ്പ് 2 മൈനസ് സ്റ്റെപ്പ് 4. ഇതിലിപ്പോ എന്താ മിസ് ചെയ്തേന്ന് നോക്കേ. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം കൂടെയുള്ള ടാക്സ്. സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് 4 മിസ് കണ്ടേക്കണത് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ മാത്രം ടാക്സ്. സ്റ്റെപ്പ് 5 ചെയ്യണത് ടോട്ടൽ ടാക്സ് എമൗണ്ടിൽ നിന്ന് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഉള്ളത് എന്താ? നോൺ അഗ്രികൾച്ചർ ഇൻകത്തിന്റെ മാത്രം ടാക്സ്. അപ്പൊ നമ്മൾ പഠിപ്പിച്ച പ്രകാരം ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടിക്കഴിഞ്ഞില്ലേ? ഇൻകം ടാക്സ് അടക്കേണ്ടി വന്നിട്ടില്ല, മൈനസ് ചെയ്ത് കളഞ്ഞു. പക്ഷെ നേരെ 0 ഇടാൻ പാടില്ല. എന്ത് ചെയ്യാവൂ? ദീസ് പ്രോസസ് ഇന്റഗ്രേഷൻ പ്രോസസ് ചെയ്തിട്ട് എക്സംഷൻ കാണാവൂ. ഈ കിട്ടിയ ടാക്സ് എമൗണ്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം? സർചാർജ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എഡ്യൂക്കേഷൻ സെസ് ആഡ് 3% എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്, അത് ആഡ് ചെയ്യാം. ദിസ് ഈസ് ദ ടാക്സ് ഓൺ നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്തത് കാണിച്ചു തരാം. എങ്ങനെയാണ് അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അഗ്രികൾച്ചർ ഇൻകം ടാക്സബിൾ ആക്കാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഈ വ്യക്തിക്ക് ഇന്റഗ്രേഷൻ ചെയ്യണോ വേണ്ടയോ, അതോ നേരെ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം 0 ഇട്ടാൽ മതിയോ എന്നാണ്. മിസ് പറഞ്ഞ 2 കണ്ടീഷൻ എന്താ? ഒന്ന്, ഒരു വ്യക്തിക്ക് അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടായിരിക്കണം. ഇവിടെ രണ്ടും ഉണ്ടല്ലോ, അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം എത്രയേക്കാൾ കൂടുതലായിരിക്കണം? 5,000-നേക്കാൾ കൂടുതലാണെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്യണ്ടു. ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം എത്രയുണ്ട്? 10,000 ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് തന്നെ പറ്റുള്ളൂ. സ്റ്റെപ്പ് 1 മിസ് സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന്. സ്റ്റെപ്പ് 1 എന്താ പറഞ്ഞ നേരത്തെ? അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോ 2,70,000 നോൺ അഗ്രികൾച്ചറൽ ഇൻകം പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം 10,000. സോ ടോട്ടൽ 2,80,000. ഓക്കെ. സ്റ്റെപ്പ് 2 എന്താ ചെയ്യണ്ടേ? ടാക്സ് ഓൺ 2,80,000. ഈ 2,80,000 ടാക്സ് കാണാൻ പോവാണ്. അപ്പൊ ഇൻകം ടാക്സിന്റെ ഇത് പ്രകാരം നമ്മൾ പറഞ്ഞേക്കണത് പ്രത്യേകിച്ച് ആരുടെ ഇൻകം ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ അസ്യൂമിങ് നോർമൽ 60 താഴെയുള്ള ആളാണ്. 2,00,000 ഇതിന്റെ ടാക്സ് എങ്ങനെയാ കാണുന്നത് കാണിച്ചു തരാം. അപ് ടു 2,50,000 ടാക്സബിലിറ്റി ഇല്ല. 2,50,000 വരെയുള്ള ഇൻകത്തിന് ടാക്സബിലിറ്റി 0. ഇനി 2,50,000 മുതൽ 3,00,000 വരെയുള്ള ഇൻകത്തിന്, പക്ഷെ നമുക്കിവിടെ ആകെ എത്രയുള്ളൂ? 2,80,000 ഉള്ളു. അപ്പൊ 2,80,000 വരെയുള്ള ഇൻകം. അപ്പൊ എത്ര രൂപയുണ്ട് ഇൻകം? അതിന് 5% എന്നാണ് നിയമം. അപ്പോ 2,50,000 മുതൽ 2,80,000 എന്ന് പറയുമ്പോ എത്രയുണ്ട്? 30,000 രൂപ, 30,000 rupees. ഈ 30,000-ന് 5% എന്ന് പറഞ്ഞാൽ 30,000 into 5/100 that is equal to 1,500. This is the answer of step 2. Okay. In step 3.
സ്റ്റെപ്പ് 3 നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ മാത്രം ടാക്സ് കാണാൻ പോവാ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അഗ്രികൾച്ചറൽ ഇൻകം 10,000 പ്ലസ് എന്തിന്റെ കൂടെ ആഡ് ചെയ്യാനാ പറഞ്ഞേ? എക്സംഷൻ ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എക്സംഷൻ ലിമിറ്റ് 2,50,000. 10,000 രൂപ അഗ്രികൾച്ചറൽ ഇൻകം എക്സംഷൻ ലിമിറ്റ് ഉള്ള 2,50,000 കൂടെ ആഡ് ചെയ്തു. സോ ടോട്ടല് 2,60,000. ഓക്കെ, ഇനി മിസ് കാണാൻ പോണത് സ്റ്റെപ്പ് 4 എന്താ പറഞ്ഞേക്കണേ? ടാക്സ് ഓൺ. ഈ സ്റ്റെപ്പിൽ കണ്ടെത്തിയ എമൗണ്ടിന്റെ ടാക്സ് ഓൺ 2,60,000. അവിടെ എന്താണ് നിയമം? അപ് ടു 2,50,000 സീറോ, ടാക്സ് കൊടുക്കണ്ട. 2,50,000 മുതല് നമ്മുടെ ഇൻകം എത്രയുണ്ട്? 2,60,000. 2,60,000 വരെയുള്ള ഇൻകത്തിന് എത്ര ഇൻകം ഉണ്ട് നോക്കൂ. എത്രയുണ്ട്? 2,50,000 തൊട്ട് 60 വരെ 10,000 രൂപ. ഈ 10,000 രൂപയ്ക്ക് എത്ര ശതമാനം? 5% എന്ന് പറഞ്ഞാൽ 10,000 into 5/100. That is 500. അല്ലേ? 500 rupees. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 4 കിട്ടി. സ്ഥലമില്ലാത്തതുകൊണ്ട് മിസ് ഇങ്ങോട്ടേക്ക് ഇതാണ് സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 ഞാൻ എന്താ പഠിപ്പിച്ചേക്കണേ? സ്റ്റെപ്പ് 2 കിട്ടിയേക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ഒരുമിച്ചുള്ള ടാക്സ്. സ്റ്റെപ്പ് 4 കിട്ടിയേക്കുന്നത് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ മാത്രം ടാക്സ്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് 5 ചെയ്യാൻ പോണത് സ്റ്റെപ്പ് 2 മൈനസ് സ്റ്റെപ്പ് 4. That is equal to 1,000 rupees. This is the tax on non-agricultural income. ഇപ്പൊ ആക്ച്വലി അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ടാക്സ് വന്നേക്കുന്നത് 500. നമ്മൾ ടാക്സ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അതിന് എക്സംഷൻ കിട്ടി. പക്ഷെ നമ്മൾ നേരെ എക്സംഷൻ അല്ല, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നും കൂടെ പറഞ്ഞുതരാം. അഗ്രികൾച്ചറൽ ഇൻകം 10,000, നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2,70,000. ഫസ്റ്റ് സ്റ്റെപ്പില് നോൺ അഗ്രികൾച്ചറലും അഗ്രികൾച്ചറും കൂടെ ആഡ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പില് അതിന്റെ മാത്രം നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. തേർഡ് സ്റ്റെപ്പില് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കൂടെ എക്സംഷൻ ലിമിറ്റ് ആഡ് ചെയ്തു. ഇത് തന്നെ ഇപ്പൊ നമ്മളിവിടെ മിസ്റ്റർ എക്സിന്റെ പ്രോബ്ലം ആണ്. മിസ്റ്റർ എക്സ് 85 വയസ്സായ വ്യക്തി എന്നാണ് പറയണതെങ്കിൽ ഈ 2,50,000 എന്നുള്ളതിന് പകരം എത്രയാവും? 5 ലക്ഷം. എക്സംഷൻ ലിമിറ്റ് ഇവിടെ 2,50,000 എടുക്കുന്നതിന് പകരം 5 ലക്ഷം എടുക്കണം. 65 വയസ്സായ വ്യക്തി എന്നാ പറയണെങ്കിൽ 2,50,000 പകരം എത്ര എടുക്കണം? 3 ലക്ഷം എടുക്കണം. സോ ആസ് ദ കേസ് മേ ബി. ഇവിടെ ഒന്നും പറയാത്തോണ്ട് വി അസ്യൂം ദാറ്റ് എ നോർമൽ സിറ്റിസൺ ബിലോ 65 years of age. സോ 2,60,000 കിട്ടി. അതിന്റെ സ്റ്റെപ്പ് 4 നമ്മൾ അതിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. സ്റ്റെപ്പ് 5 ടോട്ടൽ ടാക്സ് മൈനസ് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്. ദിസ് ഈസ് ദ നെറ്റ് എമൗണ്ട് ഓഫ് ടാക്സ്. ഇതിന്റെ കൂടെ ഒരു 3% എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. 1% എഡ്യൂക്കേഷൻ സെസ്സും 2% ഹയർ എഡ്യൂക്കേഷൻ സെസ്. നമ്മൾ ടോട്ടൽ 3% ആണ് കാണുക. അപ്പൊ 10,000 into 3/100 30 rupees എഡ്യൂക്കേഷൻ സെസ് വരും. സോ ടോട്ടൽ ടാക്സ് 1,030. This is the taxable amount to be assessed. Okay. മിസ് പറഞ്ഞ ചെയ്തു വെച്ച പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് 2 പ്രോബ്ലം തന്നിട്ടുണ്ട്. തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. മിസ്റ്റർ ഗുലാം, അവിടെ ഏജ് ഒന്നും പറഞ്ഞിട്ടില്ല. ഏജ് പറയാത്തോടത്തോളം ബിലോ 60 ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ടോട്ടൽ ഇൻകം 48,500. പഠിപ്പിച്ച എല്ലാ റൂളും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പ്രോബ്ലം ചെയ്യുമ്പോൾ. അയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം 48,500, അഗ്രികൾച്ചറൽ ഇൻകം 15,000. സെക്കൻഡ് കേസിൽ മിസ്റ്റർ രാം 68 years എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. സീനിയർ സിറ്റിസൺ ആണ്. 80 yearsനേക്കാൾ ബിലോ ആണ്. അപ്പൊ എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 3 lakh ആണ്. അത് ശ്രദ്ധിക്കണം. ടോട്ടൽ ഇൻകം 3,20,000, അഗ്രികൾച്ചറൽ ഇൻകം 8,000. ഇത് രണ്ടും ഹോംവർക്ക് എടുത്താൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.